ഈ തിരക്ക് സമയത്ത് ഫാമിലിയൊക്കെ എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യണത്? ഫാമിലി സപ്പോർട്ട് ചെയ്യാതെ ഒരു കാര്യവും നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനെയുള്ള കാര്യം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് പിള്ളേരെ ഞാൻ ചെയ്യിപ്പിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു, മലയാളത്തിന് എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൊച്ചിയിലെ ജീവിച്ചത്, ആ രീതിയിലേക്കാണ് ഞാൻ പിള്ളേരെ കൊണ്ടുവരുന്നത്. പിള്ളേർ നമ്മുടെ നാടൻ ഫുഡാണ്, ഇറച്ചിയും കപ്പ ഇറച്ചിയും പഴയങ്ങഞ്ഞി വരെ കഴിക്കും എൻ്റെ കൂട്ടത്തിരുന്ന്. നമ്മളെങ്ങനെയാണ് ജീവിച്ചത്, അങ്ങനെ പ്രകൃതിക്കനുസരിച്ച് എങ്ങനെ ജീവിക്കാം. അത് പ്രത്യേകിച്ച് ലിഷാദാണ് പേര്, 8ലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ ഞാനില്ലാത്ത സമയത്ത് പയറ് പറിക്കും, പാവയ്ക്ക പറിക്കും, വേണ്ട വള വരെ വളയിടും, അത് വെള്ളം ഒഴിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പുള്ളിക്കാരത്തി ഒത്തിരി ഫാസ്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു സുഖം വീട്ടിൽ ഇരിക്കുന്ന എനിക്ക്, ഇപ്പോൾ ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിലും പിള്ളേരെ എനിക്ക് ഇതിലേക്ക് ഒരു മണ്ണുമായിട്ട് ഉള്ള, അല്ലെങ്കിൽ മണ്ണിൻ്റെ മണമുള്ള പിള്ളേരായിട്ട് വളർത്താൻ ദൈവം എനിക്ക് സമയം തരുന്നുണ്ട്. അത് ഇവർ കറക്റ്റായിട്ട് എടുക്കുന്നുമുണ്ട് നല്ല രീതിയിൽ, അല്ലാതെ ദേഷ്യപ്പെട്ട. അമേരിക്കയിലെ വലിയൊരു അനുഗ്രഹമാണ്. അതെ, ഇവർക്ക് അറിയാവുന്ന, ഇവർക്കൊക്കെ കഴിക്കുന്ന പോലെ ഇറച്ചി മീനും പച്ചക്കറിയാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ പുറകിൽ എന്നെ എങ്ങനെയാണ് എൻ്റെ കാരണവന്മാർ പഠിപ്പിച്ചത്, എൻ്റെ പ്രദേശം പഠിപ്പിച്ച്, അതനുസരിച്ചാണ് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. പുള്ളിക്കാരത്തിയാണ് എനിക്ക് തോന്നുന്നത് രാവിലെയും വൈകുന്നേരം കോഴിയുടെയും താറാവിൻ്റെയും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. വേറെ ആക്ടിവിറ്റികൾക്കൊന്നും പിള്ളേർക്ക് താല്പര്യമില്ല പോകാൻ.